നമ്മൾ ഏത് രീതിക്ക് പണിയെടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മളെ ഷേപ്പ് ചെയ്യുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ എക്സ്ക്യൂസസും അതുപോലെ റീസൺസും കാരണവും കണ്ടെത്തുന്ന സമയത്ത് നമ്മളെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്ക്, നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ ഒരു +1 +2 കാലഘട്ടം, നമ്മളുടെ അടുത്ത് പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ടാവും ഇതൊന്നും ഒരു ടേണിംഗ് പോയിന്റ് അല്ല, ഈ പ്രായത്തിലൊന്നും നീ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലൈഫിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ തോട്ടിലാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഇതാണ്. +1 +2 ആണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. നിങ്ങളുടെ ചിന്തകൾ വലുതാവേണ്ട സമയമാണത്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെ പണി ചെയ്യാതിരുത്തിട്ടുണ്ടോ അത്രയും ഹാർഡ് വർക്ക് പുട്ടും ചെയ്ത് ഇനി അങ്ങോട്ട് പണിയെടുക്കേണ്ട സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പണി ഇപ്പോൾ എടുക്കുന്നോ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുക, നിങ്ങളുടെ കരിയർ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു സമയം, അതായത് ഈ നമ്മളുടെ ഈ +1 കാലഘട്ടത്തിൽ, +2 കാലഘട്ടത്തിൽ നമ്മൾ ഏത് രീതിക്ക് പണിയെടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നുവോ, ഏത് രീതിയിൽ നമ്മളെ ഷേപ്പ് ചെയ്യുന്നുവോ, ഏത് രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ എക്സ്ക്യൂസസും അതുപോലെ റീസൺസും കാരണവും കണ്ടെത്തുന്ന സമയത്ത് നമ്മളെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്ക്, നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഈ പഠിത്തത്തോണ്ട് ഇപ്പം എന്താ കാര്യം, പഠിച്ചിട്ടൊന്നും ആരും എവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന്. ഇത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. നമ്മളടുത്ത് പല ആൾക്കാരും വന്ന് പറയുന്ന കാര്യം ഇതാ, പഠിച്ചിട്ട് ആരും എവിടെ എത്തിയില്ല. പൊന്നു മക്കളെ, നമ്മളുടെ യൂണിക്കോൺ സ്റ്റാർട്ടപ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? $1 ബില്യൺ കമ്പനീസ്. ഈ $1 ബില്യൺ കമ്പനീസിലെ 70% ലീഡ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ആരാന്നറിയോ? IITians, IIT പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാ. നമ്മൾ വിചാരിക്കും എന്താ, നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ട് നമ്മളും വിചാരിക്കും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഉഴപ്പി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കോളും ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ കള്ളമാണത്. എന്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തൂല ഈ കാലഘട്ടത്തിൽ എന്നുള്ളത്. എടാ, ഈ ഒരു ഇറയിൽ, ഈ ഒരു സമയത്ത് നമ്മൾക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. നമ്മളെക്കാൾ പണിയെടുക്കുന്ന, നമ്മളെക്കാൾ ഗ്രൈൻഡ് ചെയ്യുന്ന, നമ്മളെക്കാൾ വലിയ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ സ്വപ്നം ചെറുതായി പോയാൽ, നിങ്ങൾ കൊടുക്കുന്ന ഹാർഡ് വർക്ക് കുറഞ്ഞു പോയാൽ, നിങ്ങൾ അതിനു വേണ്ടി എടുക്കുന്ന ഒരുപാട് ആക്ഷനുകളുണ്ട്, അതൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരവരുടെ ആക്ഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കും. നമ്മളത് വെറുതെ കാണികളായിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ആ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മളുടെ മുന്നിലുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ് അതൊക്കെ അല്ലേ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ടയേർഡാണ്, എന്നെ കൊണ്ട് ഇത് നടക്കൂല, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അവരും ടയേർഡാണ്. ഈ പറയുന്ന ടോപ്പേഴ്സ്, വിന്നേഴ്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും, ഇവരും നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ആൾക്കാർ, അവരും ടയേർഡാണ്, അവരും തളർന്നിട്ടുണ്ട്. പക്ഷെ ദേ കീപ് മൂവിങ് ഓൺ. അവരവരെ പുഷ് ചെയ്തിട്ടുണ്ട്, അവരുടെ ലിമിറ്റ്സിനെ അവർ പുഷ് ചെയ്തിട്ടുണ്ട്, അവരെ കൊണ്ടാവുന്നതിലപ്പുറം അവർ പണിയെടുത്തിട്ടുണ്ട്. ഈ പ്രായത്തിൽ, ഈ ഒരു സമയങ്ങളിൽ അവരെ ട്രെയിൻ ചെയ്ത് അവരെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അവരുടെ ഈ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാന്നുള്ളതിന്, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് അവർക്കുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കുന്നതിന്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിന് ഒരു പഞ്ഞുമില്ല, എക്സ്ക്യൂസിന് ഒരു പഞ്ഞുമില്ല. ഞാൻ ടയേർഡാണ്, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഇത് നടക്കില്ല, ഞാൻ കൂട്ടിയാൽ ഇത് കൂടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, നത്തിങ് വർക്ക്സ്. ഇതാണ് നമ്മളുടെ റീസൺസ്. കാരണം ഇതൊക്കെ ചെയ്തിട്ടും എത്തിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ കേൾക്കുന്നത് തോൽവികളുടെ ലോകം മാത്രമാണ്. എടാ, ഇതൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ചിട്ട് നല്ല നിലയിലെത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് വരാൻ പോകുന്ന വിധി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ നോക്കി നിന്ന് ഒന്നും പഠിക്കാണ്ട് ലൈഫിൽ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? ഇപ്പം പണിയെടുക്കുന്നവർക്ക് വേണ്ടി, ഇപ്പൊ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് വേണ്ടി, ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ലൈഫിന്റെ ഫ്യൂച്ചർ ഇപ്പോഴേ സെറ്റാക്കുന്നവർക്ക് വേണ്ടി, ഇപ്പോഴേ ആ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കൈയടിച്ചു കൊടുക്കേണ്ടി വരും. നമുക്കാരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളും നമ്മളുടെ തോൽവികളും നമ്മളുടെ ചിന്തകളും നമ്മൾ കണ്ടെത്തിയ എക്സ്ക്യൂസുകളും മാത്രം നമ്മളുടെ കൂടെ ഉണ്ടാവുക. ഒരാളും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കില്ല നീ എന്തുകൊണ്ട് ചെയ്തില്ല. നിങ്ങളുടെ അടുത്ത് ചോദിക്കാനും ആളുണ്ടാവില്ല, നിങ്ങളെ സഹായിക്കാനും ആളുണ്ടാവില്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രം ഉണ്ടാവാൻ, നൺ അതർ ദാൻ യു.
അതുകൊണ്ട് നിങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. അതിനൊരാൾ ബാക്കിൽ വന്ന് തള്ളുവന്നോ അല്ലെങ്കിൽ ഇതിനൊരാൾ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ട് നിങ്ങളങ്ങനെ വലിച്ചു കൊണ്ടാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ പ്രായത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഗ്രൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ആ മോട്ടീവ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രയും അധികം വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തുറന്നത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് നമ്മളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മണിക്കൂറുകളുണ്ട് ഇല്ലേ? ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അപ്പുറത്ത് വേറെ പല പണികളും ചെയ്തുകൊണ്ട് പിന്നെ റെലവെൻ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടും മറ്റും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം മണിക്കൂറുകളാണ് നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് ചെയ്ത മണിക്കൂറുകളൊക്കെ നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾ തോറ്റു തൊലഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് കണക്ക് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാനൊരു ഉത്തരം ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാനുണ്ടാവില്ല. അന്ന് നിങ്ങൾ ആലോചിക്കും, അന്ന് ഞാൻ വേസ്റ്റ് ചെയ്ത മണിക്കൂറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിയേനെന്ന്. പൊന്നു മക്കളെ, ആ സമയത്ത് നമുക്കൊരു റിയലൈസേഷൻ അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടാവണം. ശരിയാണ്, കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു പാത അല്ലെങ്കിൽ നമുക്ക് സക്സസിലേക്കുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് വാസ് ഈസി, ഭയങ്കര സുഖമായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ എത്താൻ പറ്റും. ശരിയാണ്, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാണെങ്കിൽ മാത്രമേ അവിടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് വാസ് ഈസി എല്ലാവരും അവിടെ എത്തും. അപ്പോൾ ഈ പാത്ത് കുറച്ച് കഷ്ടപ്പാടാന്നുള്ളത് ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ എക്സ്ക്യൂസസിനെ കണ്ടെത്താന്നുള്ളത് ഒരു ഓപ്ഷനാക്കി മാറ്റാണ്ടിരിക്കെ. പല സമയത്തും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാ, നമുക്ക് എന്തെങ്കിലും ചെറിയ കാരണം മതി എക്സ്ക്യൂസ് പറയാൻ. പക്ഷെ ടോപ്പേഴ്സ് അങ്ങനെയല്ല, വിന്നേഴ്സ് അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പാസ്റ്റ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാൻ പറ്റും. ഇവർ തോറ്റ കഥകളുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ ഇവരൊന്നും ലൈഫിൽ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ഒഴിവാക്കാത്ത ആൾക്കാരാണ്. നമ്മളിത് ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ആരെങ്കിലുമൊക്കെ അവിടെ കൊണ്ടെത്തിച്ചേരും. അല്ല, ഹാർഡ് വർക്ക് ഈസ് എ എൻട്രി കാർഡ്. ഹാർഡ് വർക്ക് ഈസ് എ എൻട്രി കാർഡ്. നിങ്ങളുടെ ടിക്കറ്റാ അത്, നിങ്ങളുടെ എൻട്രി ടിക്കറ്റാ. നിങ്ങൾ ഇന്ന് എത്രത്തോളം ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്യുന്നുണ്ടോ, ഇന്ന് എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് അവിടെ എഡ്ജ് ഉണ്ടാവും. സോ ഇവിടെ പല ആൾക്കാർ പല ഡ്രീം കരിയർ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. IIT-യിൽ കയറാൻ, അല്ലെങ്കിൽ MBBS പഠിക്കാൻ, അല്ലെങ്കിൽ വേറെ പല രീതികളിലേക്ക് പോകാൻ, സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ. നിങ്ങൾ വിചാരിക്കും സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ ഈ പറയുന്ന ജോലിക്കൊന്നും ചെയ്യാൻ ഇവിടെ എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല എന്നല്ലേ നമ്മളുടെ ഒക്കെ തോട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, യൂണിക്കോൺ സ്റ്റാർട്ടപ്സിൽ 70% ആരാ IIT പാസ്ഡ് ഔട്ടാണ്, IIT-യിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും ലെവലിൽ നിങ്ങൾ IIT-യിൽ എത്തുന്നതുകൊണ്ട് നമുക്ക് എന്തോ വലിയ സാധനം കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് ആണ് എന്നല്ല. പക്ഷേ IIT-യിൽ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു എൻവയോൺമെന്റ് ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു കണക്ഷൻ ഉണ്ട്. ഇതാണ് മാറ്റർ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കണക്ഷൻസും ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്കുള്ള ഒരു കണക്ഷൻസും ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ടോപ്പ് കോളേജസുകളായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. രാവില്ലാതെ പകലില്ലാതെ ഇരുന്ന് പഠിച്ച് അവരുടെ ഡ്രീം കോളേജസിലേക്ക് ഓരോ വർഷവും കയറി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ ഡ്രീം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡ്രീം കോളേജിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാൾ വലിയ വലിയ നിലകളിലേക്ക് അവരെത്തുന്നുണ്ടാകും. നമ്മൾ വെറും കാണികളായിട്ട് മാത്രം മാറും. സോ ആ ഒരു വിധി നമുക്ക് വരരുതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. എല്ലാ സമയത്തും നമുക്ക് ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നില്ല. കാരണം നീറ്റ്, IIT പോലത്തെ എൻട്രൻസ് എക്സാമിനൊക്കെ നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമാണ്. ഒരുപാട് എന്തിൻ്റെ ആവശ്യമുണ്ട്, റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ പല ആൾക്കാർ പല രീതിയിൽ നമുക്ക് ടോപ്പിക്കുകൾ എടുത്തു തന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞങ്ങളുടെ എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. മക്കളെ, ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബെസ്റ്റ് റെക്കോർഡഡ് ക്ലാസ്സസാണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളുടെ കൈ തഴമ്പിക്കുന്നു പറയില്ല, ആ മോഡിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നിങ്ങൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാകും. ആ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്ത് നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഏതൊക്കെ രീതിയിൽ ഞങ്ങളെടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണോ, ആ രീതിയിൽ എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ ഡ്രീം കരിയറിലേക്കും നിങ്ങളുടെ സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ പാർട്ടായിട്ട് മാറാനും എഡ്യൂപോർട്ട് റെഡിയാണ്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നൊരു ലിങ്ക് ഉണ്ടാകും, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ വൺ സ്റ്റെപ്പ് എഹെഡ് ടു യുവർ ഡ്രീം. എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് ആണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് തരുന്നത്. നമുക്ക് സ്വപ്നങ്ങളുണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും, നമുക്ക് പല ഗോൾസ് ഉണ്ടാകും. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ചെറിയ ആക്ഷൻ പോലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെറും പേപ്പറിൽ എഴുതിയ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ടുള്ള ഒരു വര പോലെ മാത്രമായിട്ട് പോകും. ഓക്കെ, സോ ഇഫ് യു വാണ്ട് യുവർ ഡ്രീംസ് ടു കം ട്രൂ,
dreams do not come true if you're not taking action. So please take action. അത് എത്രയും നേരത്തെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും നേരത്തെ നിങ്ങൾ നിങ്ങളുടെ സക്സസിലേക്ക് എത്തിയിട്ടുണ്ടാവും.